എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മിസ്റ്റീരിയസ് മലയാളത്തിലേക്ക് സ്വാഗതം. പാരമ്പര്യവും അത്യാധുനിക സാങ്കേതികവിദ്യയും എങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നു എന്നത് നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു ദൃശ്യവിരുന്നാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരുപക്ഷെ അത് ഭാവിയുടെ ലോകത്താണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അതെ, ഞാൻ പറയുന്നത് ജപ്പാനെ കുറിച്ചാണ്. ചിലർ പറയാറുണ്ട് ജപ്പാൻ ഇതിനകം 2050-ലാണെന്ന്. അവിടുത്തെ അതിശയിപ്പിക്കുന്ന നഗര കാഴ്ചകളും സാങ്കേതിക വിദ്യയുടെ തടസ്സമില്ലാത്ത ഒഴുക്കും ദൈനംദിന ജീവിതം ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന പോലെ തോന്നിപ്പിക്കുന്നതും കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ ജപ്പാനിലെ വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെയും സമ്പന്നവും ആകർഷകവുമായ ചരിത്രത്തിലൂടെയും നമുക്കൊരു യാത്ര പോയാലോ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങളെയും ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെയും ജപ്പാൻ എങ്ങനെയാണ് ഒരേ സമയം സന്തുലിതമാക്കുന്നതെന്ന്. ഇത് ഭാവിയെ ലക്ഷ്യം വെച്ചുള്ളതും അതേസമയം ഭൂതകാലത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു അതുല്യമായ സമൂഹം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. ആദ്യം നമുക്ക് സാങ്കേതിക വിദ്യയിലേക്ക് കടക്കാം. റോബോട്ടിക്സിൽ ലോകത്തിലെ എതിരില്ലാത്ത നേതാവാണ് ജപ്പാൻ. ഈ മേഖലയിലെ അവരുടെ മുന്നേറ്റങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിപ്ലവകരമാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും റോബോട്ടുകളെ കാണാൻ കഴിയും. ഫാക്ടറികളിൽ മാത്രമല്ല, വീടുകളിലും ആശുപത്രികളിലും റെസ്റ്റോറൻറ്റുകളിൽ പോലും റോബോട്ടുകളെ സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു റോബോട്ട് പാചകക്കാരനോ രോഗികളെ പരിചരിക്കുന്ന ഒരു റോബോട്ടിക് നേഴ്സോ ആകട്ടെ, ഈ യന്ത്രങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ചില റോബോട്ടുകൾ പ്രായമായവർക്ക് കൂട്ടായി സാമൂഹിക റോബോട്ടുകളായി പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമായ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഈ സൗഹൃദ യന്ത്രങ്ങൾ ഏകാന്തതയെ നേരിടാനും പിന്തുണ നൽകാനും സഹായിക്കുന്നു. ഇത് അവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. മറ്റു ചിലത് അതിസൂക്ഷ്മമായ ശസ്ത്രക്രിയകൾക്ക് സഹായിക്കുന്നു. പാക്കേജുകൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ പോലും നിങ്ങളെ സഹായിക്കാൻ അവർ സജ്ജരാണ്. കൃത്യമായ മെഡിക്കൽ നടപടിക്രമങ്ങൾ മുതൽ കാര്യക്ഷമമായ ലോജിസ്റ്റിക് ഹോസ്പിറ്റാലിറ്റി വരെ റോബോട്ടുകൾ വ്യവസായങ്ങളെ ആകെ രൂപാന്തരപ്പെടുത്തുകയാണ്. റോബോട്ട് ടാക്സികളും ഓട്ടോമേറ്റഡ് ഡെലിവറി ബോട്ടുകളും ഇവിടെ വെറും സയൻസ് ഫിക്ഷൻ അല്ല, അവ യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടടുത്താണ്. പ്രധാന നഗരങ്ങളിൽ പരീക്ഷണ പദ്ധതികൾ ഇതിനകം പ്രവർത്തിക്കുന്നതിനാൽ അവ നിങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. താമസിയാതെ നിങ്ങളൊരു ടാക്സി വിളിക്കുമ്പോൾ ഡ്രൈവർ ഇല്ലാത്തൊരു വാഹനം കണ്ടാലും അതിശയിക്കേണ്ടതില്ല. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലും ജപ്പാൻ അതിശയിപ്പിക്കുന്നു. രോഗനിർണയം മുതൽ കാലാവസ്ഥാ പ്രവചനം വരെയും ട്രാഫിക് നിയന്ത്രിക്കുന്നതിലും വരെ അവരുടെ നിർമ്മിത ബുദ്ധി എല്ലായിടത്തും സജീവമാണ്. ആശുപത്രികൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ AI ഉപയോഗിക്കുന്നു. അതേസമയം നഗരങ്ങൾ എല്ലാം സുഗമമായി പ്രവർത്തിക്കാൻ അതിനെ ആശ്രയിക്കുന്നു. വീടുകളിൽ സ്മാർട്ട് അസിസ്റ്റന്റുകൾ, AI പ്രവർത്തിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, നഗരങ്ങളെ കൂടുതൽ സുഗമമാക്കുന്ന സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുന്നു. ജപ്പാനിലെ വീടുകൾ അതിവേഗ സ്മാർട്ട് ഹോമുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം നിങ്ങളുടെ ശബ്ദം വഴി നിയന്ത്രിക്കാൻ സാധിക്കും. ലൈറ്റുകൾ, ഉപകരണങ്ങൾ, വാതിലുകൾ പോലും ഒരു ലളിതമായ കമാൻഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ഇതെല്ലാവർക്കും ജീവിതം കൂടുതൽ സുഖകരവും പ്രാപ്യവുമാക്കുന്നു. ട്രെയിനുകളെക്കുറിച്ച് നമുക്ക് മറക്കാതിരിക്കാം. ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനായ ഷിൻകാൻസൻ മണിക്കൂറിൽ 320 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുന്നു. ഈ ട്രെയിനുകൾ കൃത്യനിഷ്ഠയ്ക്കും സൗകര്യത്തിനും സുരക്ഷയ്ക്കും പേരുകേട്ടതാണ്. ഇത് രാജ്യത്തുടനീളമുള്ള യാത്ര അതിവേഗമാക്കുന്നു. എന്നാൽ അവർ അവിടെയും നിർത്തുന്നില്ല. അടുത്ത തലമുറ മാഗ്ലേവ് ട്രെയിനുകൾ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് അതിശയിപ്പിക്കുന്ന മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിൽ എത്താൻ കഴിയും. ഇത് ടേക്ക് ഓഫ് സമയത്ത് മിക്ക വിമാനങ്ങളെക്കാളും വേഗതയുള്ളതാണ്. അതായത് ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലേക്ക് 1 മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും. ജപ്പാനിലെ 2 വലിയ നഗരങ്ങൾക്കിടയിൽ ഒരു TV ഷോ കാണുന്ന സമയത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നത് സങ്കല്പിക്കുക. ജപ്പാനിലെ നഗരങ്ങളും സ്മാർട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. നഗരാസൂത്രകർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാര്യക്ഷമവും സുസ്ഥിരവും താമസിക്കാൻ ആസ്വാദ്യകരവുമായ നഗരങ്ങൾ സൃഷ്ടിക്കുന്നു. അവർ ഊർജ്ജസ്വല കാര്യക്ഷമത, മാലിന്യം കുറയ്ക്കൽ, ഗതാഗത നവീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പൊതുഗതാഗതം വൃത്തിയുള്ളതും വിശ്വസനീയവുമാണ്. കൂടാതെ റീസൈക്കിൾ പ്രോഗ്രാമുകൾ ലോകത്തിലെ ഏറ്റവും മികച്ചവയിൽ ചിലതാണ്. മൗണ്ട് ഫുജിയുടെ ചുവട്ടിൽ സ്മാർട്ട് ജീവിതത്തിനായുള്ള ഒരു യഥാർത്ഥ ജീവിത ലബോറട്ടറിയായ ബോബൻ സിറ്റി പോലുള്ള സ്ഥലങ്ങളെ സെൻസറുകളും ഡാറ്റ അനലിറ്റിക്സും AIയും രൂപാന്തരപ്പെടുത്തുകയാണ്. ഇവിടെ കമ്പനികൾ ഊർജം, മൊബിലിറ്റി, ദൈനംദിന ജീവിതം എന്നിവയ്ക്കുള്ള പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുന്നു. ഇത് നാളത്തെ നഗരങ്ങളെ രൂപപ്പെടുത്തുന്നു. പുനരുപയോഗ ഊർജ്ജത്തിൻ്റെ കാര്യത്തിലും ജപ്പാൻ പൂർണ്ണമായും അതിലുണ്ട്. കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കാനും ഭാവി തലമുറകൾക്കായി പരിസ്ഥിതിയെ സംരക്ഷിക്കാനുമായി രാജ്യം സൗരോർജ്ജം, കാറ്റ്, മറ്റ് ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. മേൽക്കൂരകളിലെ സോളാർ പാനലുകൾ, ഓഫ്ഷോർ കാറ്റാടിപ്പാടങ്ങൾ, ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ജപ്പാൻ ഹരിത സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് നവീകരണവും സുസ്ഥിരതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം
എങ്ങനെ ഹരിതവുമാകുമെന്ന് അവർ കാണിക്കുന്നു. ഇത് വെറും ഗാഡ്ജറ്റുകളെക്കുറിച്ചും യന്ത്രങ്ങളെക്കുറിച്ചുമല്ല, എല്ലാവർക്കും മെച്ചപ്പെട്ടതും ശുദ്ധവുമായ ഒരു ഭാവി കെട്ടിപ്പടുത്തുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ജപ്പാനെ ശരിക്കും മനസ്സിലാക്കാൻ അതിൻ്റെ സമ്പന്നമായ ചരിത്രം നോക്കണം. ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളുടെ വേരുകൾ നൂറ്റാണ്ടുകളുടെ സംസ്കാരം, കല, തത്വചിന്ത എന്നിവയിലൂടെ നീളുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കൃഷി, മൺപാത്ര നിർമ്മാണം, ലോഹ നിർമ്മാണം എന്നിവയിൽ ആദ്യകാല മുന്നേറ്റങ്ങളോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഈ പുരാതന കഴിവുകൾ ജപ്പാൻ എന്ന പ്രശസ്തമായ കരകൗശല വിദ്യയ്ക്കും വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയ്ക്കും അടിത്തറയിട്ടു. ബുദ്ധമതം പുരാതന സംസ്കാരത്തെ വളരെയധികം രൂപപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങളും ആചാരങ്ങളും തത്വചിന്തകളും ഇപ്പോഴും ജാപ്പനീസ് സമൂഹത്തെ സ്വാധീനിക്കുന്നു. ഇത് ഐക്യം, ബഹുമാനം, ശ്രദ്ധ എന്നിവ പോലുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. തുടർന്ന് സമുറായ് കാലഘട്ടം വന്നു. അവിടെ അച്ചടക്കം, ബഹുമാനം, കഠിനാധ്വാനം എന്നിവ പ്രധാനമായ മൂല്യങ്ങളായി മാറി. സമുറായിയുടെ ആത്മാവ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ആയോധന കലകൾ മുതൽ ബിസിനസ് സംസ്കാരം വരെ പ്രചോദിപ്പിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലേക്ക് വന്ന എയ്ജി പുനഃസ്ഥാപനം പാശ്ചാത്യ സാങ്കേതികവിദ്യയിലേക്കും വ്യാവസായികവൽക്കരണത്തിലേക്കും വാതിലുകൾ തുറന്നു. ഇത് ആധുനിക ജപ്പാന് കളമൊരുക്കി. ഈ കാലഘട്ടം ഒരു വഴിത്തിരിവായിരുന്നു. ആഗോള ആശയങ്ങളെ ജാപ്പനീസ് കഴിവിനൊപ്പം സമന്വയിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ വീണ്ടെടുപ്പ് ശ്രദ്ധേയമായിരുന്നു. ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ രാജ്യം ചാരത്തിൽ നിന്ന് ഒരു സാമ്പത്തിക ശക്തിയായി സ്വയം പുനർനിർമ്മിച്ചു. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, കൈസൻ എന്ന തത്വം, അതായത് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എന്നിവയിലായിരുന്നു ശ്രദ്ധ. ഈ മനോഭാവം ജപ്പാനെ ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ഒരു നേതാവാകാൻ സഹായിച്ചു. അങ്ങനെയാണ് ടൊയോട്ട, സോണി, പാനസോണിക് തുടങ്ങിയ ബ്രാൻഡുകൾ ആഗോള ഐക്കണുകളായി മാറിയത്. അപ്പോൾ ജപ്പാന്റെ ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഇത് പാരമ്പര്യം, നവീകരണം, മെച്ചപ്പെടുത്താനുള്ള നിരന്തരമായ ത്വര എന്നിവയുടെ സവിശേഷമായ മിശ്രിതമാണ്. ഇത് കഠിനാധ്വാനം, അച്ചടക്കം, ടീം വർക്ക്, നവീകരണത്തിനായുള്ള ദീർഘകാല കാഴ്ചപ്പാട് എന്നിവയുടെയും കൂടി ഫലമാണ്. ജാപ്പനീസ് കമ്പനികൾ സഹകരണത്തെയും ബഹുമാനത്തെയും വിലമതിക്കുന്നു. ഇത് അവരുടെ വിജയത്തിന് ഇന്ധനമാകുന്നു. ഇത് പഴയതിൻ്റെയും പുതിയതിൻ്റെയും മികച്ച സംയോജനമാണ്. പുരാതന ക്ഷേത്രങ്ങൾ കൂറ്റൻ ഗ്ലാസ്, അമ്പരചുംബികളായ കെട്ടിടങ്ങളോടൊപ്പം നിൽക്കുന്നതും പരമ്പരാഗത കിമോനോ ധരിച്ച ആളുകൾ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നതും നിങ്ങളിവിടെ കാണും. സാങ്കേതികവിദ്യയുടെ അതിരുകൾ ഭേദിച്ച് അതിൻ്റെ വേരുകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് ലോകത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് ജപ്പാൻ. ഭൂതകാലവും ഭാവിയും കൈകോർത്ത് നടക്കുന്ന ഒരിടം. ഭാവി ഇതിനകം ഇവിടെ എത്തിക്കഴിഞ്ഞു. അത് ജപ്പാനിലാണ്. നാളെ എങ്ങനെയായിരിക്കുമെന്ന് കാണണമെങ്കിൽ ടോക്കിയോയിലും ഒസാക്കയിലും അതിനപ്പുറവും എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. നിങ്ങൾക്കും ഈ യാത്ര അത്ഭുതകരമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ജാപ്പനീസ് കണ്ടുപിടുത്തം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.